കുറെ സിംറ്റംസ് ഉണ്ടായിരിക്കുമല്ലോ ഈ ഫാറ്റി ലിവർ കാണപ്പെടുന്നതിന്, അതെന്തൊക്കെയായിരിക്കാം നമുക്ക് ശരീരത്തിൽ പ്രകടമാവുന്നത്? പ്രധാനമായിട്ട് വരുന്ന സിംറ്റംസ് എന്ന് പറയുമ്പം ഇതിന്റെ ആദ്യമായിട്ട് ഫാറ്റി ലിവർ എസിംറ്റമാറ്റിക് ആണ്, മീൻസ് പ്രത്യേകിച്ച് അങ്ങനെ സിംറ്റംസ് ഒന്നും കാണിക്കത്തില്ല. ഇപ്പം ഗ്രേഡ് 1 2 ഒക്കെ ആണെങ്കിൽ വലിയ സിംറ്റംസ് ഒന്നും കാണത്തില്ല. പക്ഷെ പിന്നെ അങ്ങോട്ട് സ്റ്റേജ് അങ്ങോട്ട് വേഴ്സ് ആവുന്നതനുസരിച്ച് ചിലവരിൽ അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, വയറ് വീർക്കുന്ന കണക്ക്, അതേ കണക്ക് തന്നെ ഹെവിനെസ്, അബ്ഡോമിനൽ ഹെവിനെസ് തോന്നും, ഭയങ്കര ഭാരം തോന്നുന്ന കണക്ക്. പിന്നെ ചിലവരില് ഭയങ്കരമായിട്ട് വിശപ്പ് തോന്നിക്കാം, അല്ലെങ്കിൽ വിശപ്പ് കുറവ് തോന്നിക്കാം. അതേ കണക്ക് തന്നെ കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ് കാണും ചിലവർക്ക്. പക്ഷെ ഭയങ്കര ലൂസ് മോഷൻ, ലൂസ് ബവൽസ് ഒക്കെ അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും സിംറ്റംസ് വരുന്നത്. പിന്നെ ക്ഷീണം, അങ്ങനത്തെ കാര്യങ്ങൾ വരാം. അതേ കണക്ക് തന്നെ ബർപ്പിംഗ് ഇഷ്യൂസ് കാണാം ചിലവരില്, ഗ്യാസ് പോവുക, അങ്ങനത്തെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ. അപ്പൊ ആയുർവേദത്തിൽ വരുമ്പോഴത്തേക്ക് ഇതൊരു അജീർണ അവസ്ഥയിൽ കാണുന്ന എല്ലാ സിംറ്റംസും ഇതിൽ കാണാം. അതേ കണക്കിന് നേരത്തെ പറഞ്ഞു ഒബേസ് ആയിട്ട് വണ്ണമുള്ളവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ, ആ ബുദ്ധിമുട്ടുകളും നമുക്ക് ഇതിനകത്ത് കാണാം. പിന്നെ ഇത് ഈ ഒരു സ്റ്റേജ് നെക്സ്റ്റ് ഒരു ലെവലിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഫ്ലമേഷൻ കൂടി നെക്സ്റ്റ്, അപ്പം നമ്മൾ അമ്ലപിത്തത്തിന്റെ ഒരു ഇതാണ് കാണുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഗ്യാസ്ട്രോ ഇസോഫീജിയൽ റിഫ്ലെക്സ് അങ്ങനത്തെ ഒരു ഡിസീസ് ഉണ്ട്, ജേർഡ് എന്ന് പറഞ്ഞു, അതിന്റെ സിംറ്റംസ് കാണാം. പുളിച്ച് തകിട്ടല് ഇടയ്ക്ക് വരുന്നത്, പിന്നെ ബേണിംഗ് സെൻസേഷൻ, പിന്നെ ലൂസ് മോഷൻ, ലൂസ് സ്റ്റൂൾസ്. പിന്നെ ഇതിങ്ങനെ അഗ്രവേറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ചിലവർക്ക് അനീമിയ, ക്ഷീണം, അതേ കണക്ക് ജോണ്ടിസ്, ഇങ്ങനെയൊക്കെ ഡെവലപ്പ് ഉള്ള പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഇത് അതേ കണക്കിന് അഗ്രവേറ്റ് ചെയ്ത് പോയി മറ്റേ ലാസ്റ്റ് പറഞ്ഞ കണക്കിന് സിറോസിസും ഫൈബ്രോസിസും ഒക്കെ പോവും.